നമ്മൾ ഈ തീഹാർ ജയിൽ എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു ജയിലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു സീരീസ് പുറത്തു വന്നിട്ടുണ്ട്, ബ്ലാക്ക് വാറൻ, നെറ്റ്ഫ്ലിക്സിലൂടെ. ഒരു 1980s കാലഘട്ടത്തിലുള്ള ആ ഒരു ജയിലിലുള്ള സിറ്റുവേഷൻസ് ആണ് ഈ സീരീസ് കാണിച്ചു തരുന്നത്. ആ ജയിലിലേക്ക് പുതിയതായിട്ട് ജയിലറായിട്ട് ചാർജ് ചെയ്ത് എടുത്ത് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആളുടെ ലൈഫും ആൾ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് സീരീസ് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഫിക്ഷനിലാണ്, ഒരേ ടൈമിൽ ഒരേ സമയത്ത് ഇതൊക്കെ ഒരുമിച്ച് നടന്നിട്ടുണ്ടാവും എന്നൊക്കെ പല സമയത്ത് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ആക്ച്വലി ഇവൻസിനെയും ട്രൂ ഇവൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം ഒരുക്കിയിട്ടുള്ളത്. സോ കുറച്ചൊക്കെ ഫിക്ഷൻ, ദെൻ കുറച്ചൊക്കെ കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ ഒറിജിനൽ സാധനങ്ങൾ എന്ന ബേസിലാണ്. ആൻഡ് ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോളിവുഡിൽ ഇപ്പോഴുള്ള കറണ്ട് ഡയറക്ടേഴ്സിൽ വെച്ച് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് വിക്രമാദിത്യ മൂത്വാനെ. ആളുടെ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയുള്ള ഭാവിഷ് ജോഷി സൂപ്പർ ഹീറോ ഒക്കെ അടിപൊളി പടമാണ്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. സോ ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീരീസാണ്. ആൻഡ് ദിസ് വൺ ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. ഒരു 7 എപ്പിസോഡുള്ള ഒരു മിനി സീരീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു പ്രോപ്പർ സ്റ്റാർട്ട് ആൻഡ് ഒരു പ്രോപ്പർ എൻഡ്, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു സീരീസ് അല്ല. നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റോറി ലൈനൊന്നും ഇതിലില്ല. എന്നാൽ ആന്തോളജി ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ലൈഫിൽ ഭയങ്കരധികം സ്ട്രഗിൾ ചെയ്യുന്ന, വേറെ ജോലിയൊന്നും കിട്ടാണ്ട് ജയിലർ ജോലി മാത്രം എടുത്ത ആ ഒരു ക്യാരക്ടർ ആ ഒരു 80s കാലഘട്ടത്തിൽ ആ ഒരു ജയിലിലേക്ക് വരുന്നതും തുടർന്ന് ആ ഒരു ക്യാരക്ടറിൻ്റെ കണ്ണിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരിക എന്നതാണ് സീരീസിൻ്റെ പ്രധാന കഥ. സോ ആ ഒരു 80s ടൈമിൽ ഇന്ത്യ തന്നെ ചർച്ച ചെയ്ത, ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചാൾ ശോഭരാജ്, വില്ലാരംഗ, ഇങ്ങനത്തെ കുറേ കേസുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റവാളികളൊക്കെ തന്നെ അതിനകത്തുണ്ടായിരുന്നു. സോ അത് കുറേ പേർക്ക് ഈ ഡെത്ത് സെൻറ്റൻസ് കിട്ടും, കുറേ പേര് ലൈഫ് സെൻറ്റൻസിലാണ്. സോ കുറേ പേരുടെ ലൈഫ് എങ്ങനെയാണ് ആ ജയിലിനകത്ത് തന്നെ, വേറെ കുറേ പേരുടെ എങ്ങനെയാണ് നിങ്ങളുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ജയിലിനകത്ത് ഓരോ പൊളിറ്റിക്സ് ഉണ്ട്, എങ്ങനെയാണ് ആ ഒരു ഗവൺമെൻറ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പോലീസുകാർ കുറ്റവാളികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, നേരെ തിരിച്ചെങ്ങനെയാണ് അതിനകത്ത് നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഈ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഈ ഓരോ വട്ടം ഈ ജയിലിനകത്ത് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ ഒരു ജയിലേഴ്സും ബാക്കിയുള്ള ഈ പോലീസുകാരൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് യാതൊരു തരത്തിലുള്ള പിടുത്തം അവർക്കില്ല. കാരണം ചിലപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം, ചിലപ്പോൾ ജീവൻ തന്നെ പോയേക്കാം. ആ രീതിക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവർ കയറി പോകുന്ന പോലെയാണ് ഈ ഒരു ജയിലിനകത്തേക്ക് ഡെയിലി വരുമ്പോൾ. സോ അങ്ങനെയാണ് ഈ സീരീസ് മുഴുവൻ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ എപ്പിസോഡും അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് യാതൊരു പിടുത്തം കിട്ടില്ല. കാരണം മര്യാദയ്ക്കൊരു സ്റ്റോറി ലൈൻ്റെ പോക്കായിരുന്നെങ്കിൽ, ഇപ്പോൾ മര്യാദയ്ക്കൊരു ഒരു ടെംപ്ലേറ്റ് ഒരു കഥ പോവുകയാണെങ്കിൽ ഈ കഥ ഇങ്ങനെയാണ്, ഈ കഥ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരു എലിവേഷൻ വരും, ഇങ്ങനെ ആയിരിക്കും എൻഡ് ചെയ്യുന്നൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമല്ല. ഈ ജയിലിലേക്ക് ഇവർ ഓരോ ദിവസം വരുമ്പോൾ ഓരോരോ പുതിയ പ്രശ്നങ്ങളാണ്. സോ അടുത്ത് എന്നാ നടക്കാൻ പോകുന്നത് ആ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ കാണുന്ന നമുക്ക് യാതൊരു പിടുത്തവും കിട്ടാതെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സീരീസ്. സോ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ജോണറിൽ ഈ സീരീസ് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒരു ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊന്നല്ല, ഒരു വെറൈറ്റി സാധനമാണ് പിടിച്ചിട്ടുള്ളത്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ കൺവെൻഷൻ രീതിയൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഈ സാധനം ഭയങ്കര ഇഷ്ടമായി. ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും ദെൻ വന്നിട്ടുള്ള കിടിലൻ കാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അധികം കണ്ടുപരിച്ചില്ലാത്ത കുറേ കാസ്റ്റാണെങ്കിലും നല്ല കിടിലൻ കാസ്റ്റാണ്. സോ അവരൊക്കെ തന്നെ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള, തന്നെ ആ ഒരു ടെറൈൻ മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വൽ ജയിലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളതും പലപ്പോഴും ഡൗട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രീൻ സ്ക്രീൻ ആണോ അല്ലെങ്കിൽ സെറ്റ് ഇട്ടതാണോ, ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. സെറ്റ് ആവാൻ ചാൻസ് ഇല്ല, ശരിക്കത്തെ ഏതെങ്കിലും ഒരു ജയിലിൽ വെച്ച് പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് അത് പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. വെറുതെ ആ ഒരു ടെറൈൻ കാണിക്കൽ മാത്രമല്ല, അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു കേജിലിട്ട പോലെ അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. സോ എനിക്ക് നല്ലൊരു വാച്ച് തന്നെയായിരുന്നു ഈ ഒരു ബ്ലാക്ക് വാറൻ എന്ന സീരീസ്. സോ എല്ലാ സീരീസും ഞാൻ പറയാറുള്ളപ്പോൾ ഇത് ഒരു ഇന്ന പർട്ടിക്കുലർ ജോണറിലുള്ള ഒരു ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രൈം മോഡലുള്ള സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്നതൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. ഏതൊരു തരത്തിലുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ നിന്ന് മലയാളം ഒഴിച്ച് തമിഴ് ബാക്കിയുള്ള ഭാഷകളൊക്കെ ഞാൻ കണ്ടത് തമിഴ് ഡബ്ഡ് ആയിരുന്നു, നല്ല ഡബ് തന്നെയാണ്. സോ 7 എപ്പിസോഡുള്ള ബ്ലാക്ക് വാറന്റ് ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലും കാണാം.